പാരമ്പര്യ മൃഗചികിത്സ ഇതൊരു പുതിയ ചികിത്സാ രീതിയല്ല. വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന നാട്ടറിവുകളാണ്. ഇതിനെ നമ്മളെ ട്രാൻസ് ഡിസിപ്ലിനറി യൂണിവേഴ്സിറ്റിയും വെറ്റിനറി യൂണിവേഴ്സിറ്റിയും കൂടെ ചേർന്ന് ഒരു പാഠ്യപദ്ധതിയായി ഇതിൽ ഗവേഷണങ്ങൾ നടത്തുന്നു. ഇതൊരു ചികിത്സാ രീതിയായിട്ട് രൂപപ്പെടുത്തി. ഇത് കർഷകരും വെറ്റിനറി ഡോക്ടർമാരും ഒക്കെ ഇത് വ്യാപകമായിട്ട് പ്രഥമ ശുശ്രൂഷയായിട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡായിട്ട് ഉപയോഗിക്കും. ഇതിലെ ചികിത്സാ രീതികളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് അകിടുവീക്കത്തിനാണ്. അകിടുവീക്കം നമുക്കറിയാം, ക്ഷീരകർഷകർക്ക് ഏറ്റവും പേടിസ്വപ്നമുള്ള രസവുമാണ്. പശുവിന്റെ പാലുൽപാദനം നഷ്ടപ്പെടുന്നു. തീവ്രമായ രീതിയിൽ വന്നാൽ അതിന്റെ മരണത്തിന് തന്നെ കാരണമാകുന്നു. അപ്പം നമുക്ക് ഈ അസുഖത്തിന്റെ ലക്ഷണങ്ങൾ മടിയിൽ നീരോ അകിടിൽ നീരോ പാലിന് വ്യത്യാസമോ കണ്ടാൽ ആദ്യമായി ചെയ്യാൻ പറ്റുന്ന പ്രഥമ ശുശ്രൂഷ എന്ന് പറയുന്നത് ഈ താഴെ പറയുന്നതാണ്. കറ്റാർവാഴ, മഞ്ഞൾ, ചുണ്ണാമ്പ് ഇത് ചേർത്തിട്ടുള്ള ഒരു മിശ്രിതമാണ് നമ്മൾ കൊടുക്കുന്നത്. അതിന്റെ അളവുകൾ: കറ്റാർവാഴ 250 ഗ്രാം, മഞ്ഞൾ 50 ഗ്രാം, ചുണ്ണാമ്പ് 10 ഗ്രാം. ഇത് നമ്മൾ ഒരു മിക്സിയിൽ അതിനെ ദ്രാവക രൂപത്തിലാക്കിയെടുത്ത് ഈ പറഞ്ഞ അളവ് ഒരു ദിവസത്തിന് ഉപയോഗിക്കാനാണ്. അപ്പം കിട്ടിയതിന് അതിലെ 1/10 ഭാഗമെടുത്ത് അകിട് നന്നായി കഴുകി അതിലുള്ള പാല് മുഴുവൻ കറന്നു കളഞ്ഞതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന മിശ്രിതത്തിൽ 1/10 എടുത്ത് വെള്ളവുമായി നേർപ്പിച്ച് അകിട് മുഴുവൻ പുരട്ടുന്നു. അങ്ങനെ ദിവസം ഒരു 10 പ്രാവശ്യം നമുക്ക് ചെയ്യാൻ പറ്റും. ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും അകിട് കഴുകുകയും അതിൽ നിൽക്കുന്ന 4 കാമ്പിലെയും പാല് മുഴുവൻ കറന്നു കളയുകയും വേണം. ഈ ചികിത്സ നമുക്കൊരു 4-5 ദിവസം കൊടുക്കാൻ പറ്റും. തീവ്രത കൂടുതലാണെങ്കിൽ ഡോക്ടറുമായി ബന്ധപ്പെട്ട് മറ്റ് ചികിത്സകൾ ചെയ്യേണ്ടതാണ്. നമുക്ക് ഫസ്റ്റ് എയ്ഡായിട്ട് അല്ലെങ്കിൽ പ്രഥമ ശുശ്രൂഷയായിട്ട് അകിട് വീക്കത്തിന് വളരെ ഫലപ്രദമായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞത്: കറ്റാർവാഴ, മഞ്ഞൾ, ചുണ്ണാമ്പ്. ഫലപ്രദമായിട്ട് നമ്മൾ പാരമ്പര്യ മൃഗ ചികിത്സയിൽ ചെയ്യുന്ന വേറൊരു രോഗമാണ് കുളമ്പ് രോഗം. കുളമ്പ് രോഗം എന്നൊക്കെ അറിയാം. പശുക്കൾക്ക് ഒരു പകർച്ചവ്യാധിപോലെ 3-4 വർഷം കൂടുമ്പോൾ വരുന്നതാണ്. ലക്ഷണങ്ങൾ പനി, അതുപോലെ കുളമ്പിന്റെ ഇടയിലും വായിലും വ്രണങ്ങൾ വരുന്നു, കുമിളകൾ വന്ന് പൊട്ടി വ്രണങ്ങളായി മാറുന്നു, അകിടിലും ഇതുപോലുള്ള വ്രണങ്ങൾ കാണുന്നു. പശുക്കളുടെ മരണം വരെ സംഭവിക്കാം. വളരെ കൂടിയ നിലയിലുള്ള താപനില കാണും. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പ്രഥമ ശുശ്രൂഷയായിട്ട് കൊടുക്കാൻ പറ്റുന്നത് ജീരകം, ഉലുവ, മഞ്ഞൾ, കുരുമുളക് ഈ 2 സ്പൂണ്, വെളുത്തുള്ളി 4 അല്ലി, 250 ഗ്രാം ശർക്കര അതിൽ അരിഞ്ഞിടണം, ഒരു തേങ്ങ തിരികെയിടണം. ഇത് അവൽ കുഴയ്ക്കും പോലെ കുഴച്ച് ചെറിയ ഉരുളകളായി അസുഖം ബാധിച്ച പശുക്കളുടെ വായിലോട്ട് വെച്ചു കൊടുക്കുന്നു. ഈ അസുഖത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ വ്രണങ്ങൾ നാക്കിലുള്ളത് കൊണ്ട് നമുക്ക് വേറെ ആഹാര സാധനങ്ങൾ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ചെറിയ ഉരുളകൾ കൊടുത്തു കഴിഞ്ഞാൽ 1-2 പ്രാവശ്യം കൊടുത്തു കഴിയുമ്പോൾ തന്നെ പശുക്കൾ വെള്ളം കുടിക്കാനും ആഹാരം കഴിക്കാനും തുടങ്ങും. ഇതൊരു 4-5 ദിവസം നമുക്ക് അടുപ്പിച്ച് കൊടുക്കേണ്ടി വരുന്നു. ഈ മിശ്രിതത്തിന് ഗുണമുള്ളത് ഒരു തൊഴുത്തിൽ ഒരു പശുവിന് വന്നാൽ കൂടെ നിൽക്കുന്ന പശുക്കൾക്ക് പോലും നമുക്കൊരു പ്രതിരോധ മാർഗം എന്ന രീതിയിൽ ഇത് കൊടുക്കാവുന്നതാണ്. ഇനി നേരത്തെ ഞാൻ പറഞ്ഞു, ഈ കുളമ്പ് രോഗം വരുമ്പോൾ കുളമ്പിനിടയിൽ വ്രണങ്ങൾ വരുന്നു. അതിന് ചേർക്കാൻ പറ്റുന്ന ഒരു പാരമ്പര്യ ചികിത്സയിൽ ഒരു മിശ്രിതമുണ്ട്. അതിന്റെ ചേരുവകൾ താഴെ പറയുന്നതാണ്: 1 ലിറ്റർ നല്ലെണ്ണയിൽ 1 പിടി കുപ്പമേനി, തുളസിയില, മൈലാഞ്ചിയില, വേപ്പില ഇത് ചതച്ചിടുന്നു. മഞ്ഞൾ 20 ഗ്രാം, വെളുത്തുള്ളി 4 അല്ലി. ഇത് ചെയ്തതിന് ശേഷം ചെറുതായിട്ട് തിളപ്പിച്ച് അരിച്ചെടുക്കുന്നു. ഈ മിശ്രിതം നമ്മൾ ബ്രഷ് ഉപയോഗിച്ച് ഈ വ്രണമുള്ള ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് കുളമ്പിന്റെ ഇടയിലും അകിടിലുമൊക്കെ പുരട്ടുന്നു. ഇത് വളരെ ഫലപ്രദമാണ്. നമുക്ക് കുളമ്പ് രോഗം പോലെയുള്ള പകർച്ചവ്യാധി വരുമ്പോൾ കർഷകർക്ക് ഇത് ബോധവൽക്കരണം കൊടുത്ത് അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കാവുന്നതാണ്. പശുക്കൾക്ക് വരുന്ന പനി, താപനില കൂടുതലാണെങ്കിൽ നമുക്ക് പാരമ്പര്യ ചികിത്സയിൽ ചെയ്യാൻ പറ്റുന്ന ചേരുവകൾ താഴെ പറയുന്നു: ജീരകം 2 സ്പൂണ്, കിരിയാത്ത് അല്ലെങ്കിൽ നിലവേപ്പ് 20 ഗ്രാം, കുരുമുളക് 5 ഗ്രാം, ചുക്ക് 5 ഗ്രാം, ചെറിയ ഉള്ളി 5 ചുള, ശർക്കര 50 ഗ്രാം. ഇത് ഒരു നേരത്ത് കൊടുക്കേണ്ടതാണ്. ഈ മിശ്രിതം നന്നായിട്ട് മിക്സ് ചെയ്ത് പശുക്കളുടെ ഉള്ളിലോട്ട് കൊടുക്കുക. രാവിലെയും വൈകിട്ടും അങ്ങനെ അടുപ്പിച്ച് ഒരു 3 ദിവസം കൊടുക്കാം. വളരെ ഫലപ്രദമായിട്ട് ഈ മുടന്തം പനി പോലെയുള്ള പനികൾ വരുമ്പോൾ കർഷകർക്കും ഫസ്റ്റ് എയ്ഡായിട്ട് അല്ലെങ്കിൽ പ്രഥമ ശുശ്രൂഷയായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. വേറൊരു പ്രധാനപ്പെട്ട അസുഖമാണ് കൗപോക്സ് അല്ലെങ്കിൽ ഗോവസൂരി എന്ന് പറയും. പശുക്കളുടെ അകിടിൽ വരുന്ന കുരുക്കളാണ്. ഈ കുരുക്കൾ വന്നു കഴിഞ്ഞാൽ അത് ക്രമേണ പൊട്ടി പഴുപ്പുണ്ടാവുകയും അകിട് വീക്കം വരാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് വളരെ ഫലപ്രദമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചികിത്സാ രീതിയാണ് താഴെ പറയുന്നത്: തുളസിയില 1 പിടി, വെളുത്തുള്ളി 10 ചുള, മഞ്ഞൾ 10 ഗ്രാം, ജീരകം 25 ഗ്രാം, വെണ്ണ ആവശ്യത്തിന്. അപ്പോൾ ഈ നേരത്തെ പറഞ്ഞ എല്ലാം കൂടെ അരച്ച് വെണ്ണയിൽ ചാലിച്ച്
നമ്മളുടെ ഈ കൗപോക്സിൻ അല്ലെങ്കിൽ ഗോവസൂരിക്ക് ഇടാം. ദിവസം 2 നേരം അടുപ്പിച്ചൊരു 3-4 ദിവസം ഇട്ടാൽ പരിപൂർണമായിട്ട് ഈ ഗോവസൂരി മാറുന്നതാണ്.